ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതി നമ. ഓം ദും ദുർഗായേ നമോ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 20-ാം അധ്യായം കന്യാബോധം. വ്യാസൻ: കേരളാധിപനാം ഭൂപനേവം ന്യായം കഥിക്കവേ പ്രത്യുത്തരം യുധാജിത്താം മന്നനിങ്ങനെ ചൊല്ലിനാൻ. മര്യാദയാണോ നീ ഇന്നിസഭയിൽ ചൊന്നതും നൃപ? ഇന്ദ്രിയങ്ങളെ വെന്നോൻ നീ സത്യവാൻ നീതി തത്പരൻ. മാന്യന്മാരുടെ മധ്യത്തിലിപ്പെൺകൊടിയെ മന്നവ അയോഗ്യനർഹിക്കുന്നെന്നു വരാമോ പക്ഷമെന്തിതിൽ? സിംഹമർഹിച്ചിടും ഭാഗം കുറുക്കൻ വന്നു തിന്നലോ? സുദർശനുമമ്മട്ടിലി കന്യയെ വരിക്കയോ? ബലം വിപ്രർക്കു വേദോക്തി നൃപന്മാർക്കായുധം ബലം. അന്യായമോ ഞാൻ ചൊല്ലുന്നതങ്ങയോടു മഹീപതേ? വിവാഹത്തിൽ ബലം തന്നെ ശുൽക്കം ഭൂപർക്കു സമ്മതം. ബലവാൻ കൊണ്ടുപോകട്ടെ ദുർബലനരുതാവിധം. അതിനാൽ പന്തയം വെച്ചി വിവാഹത്തെ നടത്തണം. നൃപർക്കിടയിലല്ലാഞ്ഞാൽ കലഹം സംഭവിച്ചിടും. ഏവം തർക്കത്തിലേർപ്പെട്ടു രാജാക്കന്മാർ കഴിക്കവേ വിളിക്കപ്പെട്ടെത്തിയങ്ങു സുബാഹു നൃപവര്യനും. അവനോടോതിനാൻ സത്യമറിഞ്ഞ നൃപരേവരും. രാജൻ, വിവാഹത്തിൽ നീതി ഭവാനിങ്ങു പുലർത്തണം. അങ്ങെന്തു ചെയ്യാനിച്ഛിപ്പതെന്നുരയ്ക്കുക സാമ്പ്രതം. നിൻ പുത്രി തന്നെയാർക്കേകാനിച്ഛിപ്പൂ നീ നൃപോത്തമാ? സുബാഹു: ഉള്ളാൽ വരിച്ചതൻ പുത്രി സുദർശനയാണുപോൽ. തടസ്ഥം പലതും ചൊന്നേൻ, സ്വീകരിച്ചില്ലതൊന്നുമേ. എനിക്കധീനമല്ലെൻ്റെ മകൾ തന്നുള്ളമെന്തുവാൻ ചെയ്യേണ്ടതതിനാലൊറ്റയ്ക്കിങ്ങു വന്നു സുദർശനൻ. വ്യാസൻ: നിറഞ്ഞൊരസദസ്സാളയച്ചു വന്നാൻ സുദർശനൻ. ഏകാകിയായി ശാന്തനായിട്ടവനോടോതി മന്നവർ: രാജപുത്ര, ഭവാനാരു വിളിച്ചിങ്ങോട്ടു പോന്നതും? അതുമൊറ്റയ്ക്കു ഭൂപാലർ നിറഞ്ഞൊരു സദസ്സിതിൽ. സൈന്യമോ ധനമോ മന്ത്രിമാരോ വിപുലശക്തിയോ നിനക്കില്ലെന്തിനിങ്ങോട്ടു പോന്നു നേരോതുകിങ്ങു നീ? കന്യാർത്ഥം പടയോടൊത്തു യുദ്ധക്കലി മുഴുത്തുതാൻ നിൽക്കയാണിസദസ്സാകെ നീ ഭാവിപ്പതുമെന്തുവാൻ? വന്നിരിക്കുന്നു കന്യാർത്ഥം ശൂരനാം നിൻ സഹോദരൻ. യുധാജിത്തും തുണയ്ക്കാനായി വന്നിട്ടുണ്ടു സസൈന്യനായി. നിൽക്കയോ പോകയോ ചെയ്യാമുള്ളതപ്പടി ചൊന്നതാം. സൈന്യമില്ല നിനക്കിഷ്ടം പോലെ ചെയ്യാം നൃപാത്മജാ. സുദർശനൻ: പടയോ തുണയോ നാസ്തി, കോട്ടയോ ധനശക്തിയോ, മിത്രങ്ങളോ സ്നേഹിതരോ കാവൽക്കാരോ നൃപാലരേ. സ്വയംവരം കെട്ടിങ്ങോട്ടു പോന്നേൻ കാണുന്നതിന്നു ഞാൻ. പ്രേരിപ്പിച്ചാൾ ഭഗവതി എന്നെ സ്വപ്നത്തിലിങ്ങനെ. ചെയ്യേണ്ടതായൊന്നുമില്ല ദേവി കൽപ്പിച്ചു പോന്നു ഞാൻ. അവൾക്കെന്തോ ഹിതമതു വന്നു ചേരുമസംശയം. ശത്രുവായി പ്രപഞ്ചത്തിലാരുമില്ലിങ്ങു ഭൂപരേ. എങ്ങും കാണുന്നു ഞാൻ ലോകനാഥയായ ഭവാനിയെ. വൈരമെന്നോടു കാട്ടുന്നോർ തന്നെ ഭൂപതി മുഖ്യരെ. ശിക്ഷിക്കുമം മഹാദേവി ശത്രുത്വമറിയില്ല ഞാൻ.
വരേണ്ടതേ വന്നുകൂടൂ, മറിച്ചൊന്നും വരാദൃഢം. എന്തേ ചിന്തിക്കേണ്ടതിതിൽ ദൈവാധീനൻ സദാപി ഞാൻ. ദേവന്മാർക്കും നരന്മാർക്കും ഭൂതജാലത്തിലേതിനും അവൾ തൻ ശക്തിയേയുള്ളൂ, മറ്റൊന്നില്ല നൃപാലരെ. അവളിഷ്ടപ്പെട്ടുവെങ്കിൽ ഒരാളരജനായി വരും, ഇരപ്പാളിയുമായിത്തീരും പിന്നെയെന്തിഹ ചിന്തമേ. അപരാശക്തി കൈവിട്ടാൽ ബ്രഹ്മവിഷ്ണുഹരാദ്യരും അനങ്ങാൻ കൂടി വയ്യാത്തോർ പിന്നെയെന്തിഹ ചിന്തമേ. അശക്തനോ ശക്തനോ ഞാനേതോ ഞാനതു തന്നെയാം, സ്വയംവരത്തിനു ദേവി കൽപ്പിച്ചിങ്ങോട്ടു പോന്നു ഞാൻ. അവൾക്കെന്തിച്ഛയതു താൻ നടക്കും, ശങ്കയെന്തതിൽ ചിന്തിക്കാനെന്തതിൽ സത്യം ചൊന്നേൻ ഞാൻ ഭൂപമുഖ്യരെ. മാനാപമാനമില്ലിങ്ങു വിജയാപജയങ്ങളിൽ, അവൾക്കധീനനല്ലീ ഞാൻ, അവൾക്കാണുള്ളതേതുമേ. വ്യാസൻ: സുദർശനന്റെ വാക്കേവം കേട്ടു മന്നോർ കുലേശ്വരർ ആ നിശ്ചയം കണ്ടറിഞ്ഞിട്ടന്യോന്യം നോക്കിയോതിനാർ. സത്യമത്രേ, മിഥ്യയല്ല സാധോ നീ ചൊന്നതൊക്കെയും. നിന്നെ പക്ഷേ ഉജ്ജയിനീനാഥനിച്ചിപ്പൂ കൊല്ലുവാൻ. നിൻപേരിൽ കനിവില്ലേതും സത്യമോദാം മഹാമതേ. വേണ്ടതെന്തെന്നു ചിന്തിച്ചു പുണ്യാത്മൻ ചെയ്തു കൊള്ളുക നീ. സുദർശനൻ: ദയതോ നിസ്സുഹൃത്തുക്കൾ നിങ്ങൾ ചൊന്നതു നേരുതാൻ. പറഞ്ഞു തീർന്നതിന്മീതെ ഇല്ലെനിക്കൊന്നുമോതുവാൻ. ഇന്നോ ഇന്നാളെ ഇന്നപ്പോൾ കൊല്ലുമെന്നോതിടാവതോ. ദൈവത്തിൻ കീഴിലല്ലീ ചരാചരമശേഷവും. ജീവനാർക്കും കീഴിലല്ല, ജീവൻ കർമ്മവശങ്കതൻ. കർമ്മമോ മൂവിധം താനെന്നോതുന്നു തത്വദർശികൾ. പ്രാരബ്ധം സഞ്ചിതം വർത്തമാനമിങ്ങനെ മൂവിധം, കാലകർമ്മ സ്വഭാവത്താൽ വ്യാപ്തമീ ലോകമൊക്കെയും. കാലമാകാതെ ദേവനും ആകാ കൊല്ലാനൊരാളെയും, കൊൽവതോ നിത്യമാം കാലം നിമിത്തം കൊന്നിടുന്നവൻ. ശത്രുതാപനനച്ചൻ സിംഹത്താലുമതേവിധം, മാതാമഹൻ യുധാജിത്തിനാലും നിഹതരായതാം. യത്നങ്ങളെത്ര ചെയ്താലും ചാവും വിധിയതെങ്കിലോ, ജീവിക്കുമതുപോലെത്ര കാലവും രക്ഷയെന്നിയേ. ധർമ്മിഷ്ഠരേ, യുധാജിത്തിൽ നിന്നില്ലിങ്ങൊരു പേടിയും. ദൈവമെല്ലാത്തിനും മീതെ എന്നോർത്തെന്നും സുഖിപ്പു ഞാൻ. എന്നുമദ്ദേവിയെ തന്നെ ധ്യാനിച്ചും കൊണ്ടു വാഴുകയാം. ആ വിശ്വമാതാവാം ദേവി ശുഭം മേ കൈവരുത്തിടും. നല്ലതോ തീയതോ താൻ താൻ ചെയ്ത കർമ്മങ്ങൾ തൻ ഫലം ഭുജിക്ക താൻ വേണമിതു ധരിച്ചോനാധിയെന്തുവാൻ. സ്വകർമ്മഫലമായി ദുഃഖം വരുമ്പോൾ അല്പബുദ്ധികൾ, നിമിത്തഹേതുക്കളിൽ വയ്ക്കുന്നു വൈരങ്ങളജ്ഞരായി. വൈരമില്ലാധിയില്ലിങ്ങു പേടിയില്ലതുകൊണ്ടു താൻ നിശങ്കമീ രാജസദസ്സിങ്കൽ വന്നിങ്ങു നിൽക്കയാം. ഒറ്റയ്ക്കു വന്നേൻ കാണാനായി ശ്രേഷ്ഠമാമീ സ്വയംവരം. വരുന്നതൊക്കെ വന്നോട്ടെ,
ദേവി കൽപ്പിച്ചു പോന്നു ഞാൻ. എൻ പ്രമാണം ഭഗവതി മറ്റൊന്നുമറിയില്ലിവൻ, സുഖദുഃഖങ്ങൾ അവളേകുന്നതാണന്യഥാവരാ. യുധാജിത്തു സുഖിച്ചോട്ടെ, വൈരമില്ലിങ്ങൊരിക്കലും, വൈരമെന്നോടു കാട്ടുന്നോർക്കുണ്ടാമനുസൃതം ഫലം. വ്യാസൻ വാക്യമേവം കേട്ടു ഭൂപാലന്മാർ സന്തുഷ്ടരായി തുലോം. അവനും തൻ വസതിയിൽ ചെന്നു വാണാൻ സുഖത്തൊടും. പിറ്റേന്നു ശുഭകാലത്തിൽ സുബാഹു നൃപസത്തമൻ ആസ്ഥാനമണ്ഡപം തന്നിൽ വരുത്തി നൃപമുഖ്യരെ. ദിവ്യപ്പട്ടാംശുകം ചാർത്തി മിന്നും സിംഹാസനങ്ങളിൽ വന്നിരുന്നാർ നൃപാലന്മാർ ശുഭാലങ്കാരഭൂഷിതർ. വ്യോമയാനങ്ങളിൽ ദിവ്യരൂപരാം സുരർ പോലവേ സ്വയംവരം കാണുവാൻ വന്നിരുന്നവർ വിളങ്ങിനാർ. പെട്ടാർ ചിന്തയിലെല്ലാരും അവളിങ്ങെപ്പോൾ എത്തുമോ, ഭാഗ്യവാനായി പുണ്യവാനാം ആരെയിങ്ങു വരിക്കുമോ. സുദർശനന്നു ഭാഗ്യത്താൽ വരമാല്യം ലഭിക്കുകിൽ, മന്നോർക്കിടയിലുണ്ടാവും കലഹം ശങ്കയില്ലതിൽ. എന്നോരോന്നോർത്തു ഭൂപന്മാർ മഞ്ചങ്ങളിലിരിക്കവേ മുഴങ്ങി വാദിത്രഘോഷം സദസ്സിൽ സാന്ദ്രസുന്ദരം. കുളിച്ചു വെള്ളപ്പൂമ്പട്ടു ചാർത്തി ഭൂഷയണിഞ്ഞുടൻ, ഇലിപ്പപ്പൂമാലയൊത്തു വിവാഹോചിതവേഷയായി, ചിന്താർത്ഥയാം തന്മകളെ തണ്ടാർമകളെ എന്ന പോൽ കണ്ടു പുഞ്ചിരി തൂകിക്കൊണ്ടുരച്ചാൻ കാശിഭൂപതി. മകളെ കയ്യിലാ നല്ല മാലയും പൂണ്ടെണീക്ക നീ, വന്നാലും മണ്ഡപം തന്നിൽ കണ്ടാലും നൃപമണ്ഡലം. ഗുണവും രൂപവും ചേർന്ന കുലീനൻ നൃപനാരുവാൻ, നിന്നുള്ളിലുള്ളതവനെ വരിച്ചാലും സുമധ്യമേ. പല ദേശാധിപന്മാരും മഞ്ചങ്ങളിൽ നിരന്നതാ ഇരിക്കുവതു കണ്ടാലും വരിച്ചാലും യഥാരുചി. വ്യാസൻ ആമട്ടുരയ്ക്കും ജനകൻ തന്നോടാമിത ഭാഷിണി ചൊന്നാൾ ലളിതമായി വാക്യമേവം ധർമ്മം നിറഞ്ഞതായി. ശശികല അക്കാമുകന്മാർ നൃപൻ തൻ കൺവെട്ടത്തിലിറങ്ങുവാൻ, വയ്യമേ താത മറ്റുള്ള നാരിമാർ ചെയ്തിടും വിധം. ധർമ്മശാസ്ത്രത്തിലുണ്ടെന്നായി കേൾപ്പൂ ഞാൻ കുലനാരികൾ, വരനേകനെയല്ലാതെ പാടില്ലന്യനെ നോക്കുവാൻ. ഒരുത്തി പലരെ കാൺകിലോരോരാൾ തൻ്റെതായി വരാൻ ആഗ്രഹിച്ചേക്കുമതിനാൽ നശിക്കും തത്സതിത്വവും. സ്വയംവരത്തിനു മാലയേന്തി മണ്ഡപമെത്തുകിൽ, വെറും കുലടയെപ്പോലെ ഞാനും സാമാന്യയായി വരും. അനേകം പുരുഷന്മാരെ തെരുവിൽ ചെന്നു വേശ്യകൾ നോക്കിച്ചെയ്യുന്നു ചിത്തത്തിൽ ഗുണാഗുണ വിവേചനം. പല ഭാവങ്ങളോടൊത്തു കാമുകന്മാരെ അങ്ങനെ വീക്ഷിക്കും വേശ്യയെപ്പോലെ ചെയ്കയോ മണ്ഡപത്തിൽ ഞാൻ. പഴമക്കാർ വെച്ചതാമിധർമ്മം ഞാനാചരിച്ചിടാ, സതീവ്രതമനുഷ്ഠിപ്പൻ ദൃഢവ്രതമോടൊത്തു ഞാൻ. ആദ്യം പോയി പല സങ്കൽപ്പം ചെയ്തിട്ടൊടുവിലേകനെ വരിക്കും സാമാന്യയെപ്പോൽ താത ഞാൻ ചെയ്വതെങ്ങനെ. സർവാത്മനാ വരിച്ചേൻ ഞാൻ സുദർശനനെ മുമ്പിനി, അതു വിട്ടന്യഥാ ചെയ്യാനച്ച
കാക്ഷിക്കയില്ല ഞാൻ. വിവാഹവിധിയാൽ കന്യാദാനം നല്ലൊരു നാളിൽ നീ സുദർശനനായി ചെയ്താലും നന്മ നേരുന്നുവെങ്കിൽ മേ. 20-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ അംബായേ നമഃ.